നമസ്കാരം. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ 100 ദിവസം പിന്നിടുകയാണ്. 100 ദിവസം പിന്നിടുന്ന ഈ സർക്കാർ അഭിമുഖീകരിച്ച വിവാദങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോയത്? സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെ? ഒരന്വേഷണം. 1. സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ വിവാദമായി. കോൺഗ്രസ് ദേശീയ തലത്തിൽ അംഗീകരിക്കാത്ത പൂർണ്ണരൂപം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടിയത് വിവാദമായി. RSSന് കീഴ്പ്പെടുന്നുവെന്ന് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ആരോപണമുന്നയിക്കാൻ അവസരമൊരുങ്ങി. 2. വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് വിവാദമുണ്ടാക്കി. ബംഗാളിൽ ഇത്തരം നിയമനത്തെ രാഹുൽ ഗാന്ധി എതിർത്തപ്പോഴാണ് രാഹുലിനെ മറികടന്നുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊരു നിയമനം നടത്തിയത്. ഈ നിയമനം ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയോ എന്ന് ചോദ്യമുയർന്നു. 3. വകുപ്പ് വിഭജനത്തിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയുണ്ടായി. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകുന്നത് സംബന്ധിച്ചായിരുന്നു തർക്കമുണ്ടായത്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് നൽകുന്നതിനെ ലത്തീൻ കത്തോലിക്ക സഭ എതിർത്തു. ലത്തീൻ കത്തോലിക്ക സഭയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കങ്ങളും മുൻ നിലപാടിൽ നിന്നുള്ള വ്യതിചലനമായി വിലയിരുത്തപ്പെട്ടു. 4. ഗവർണറും BJP നേതാവുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേഷ്ടാവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചതും വിവാദമുണ്ടാക്കി. 5. സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനവും വിമർശിക്കപ്പെട്ടു. നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒരു പോയിന്റും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി വിമർശകർ ചൂണ്ടിക്കാട്ടിയത്. 6. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനെതിരെ KPCC ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തി. RSS അനുഭാവമുള്ളയാളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെട്ടയാളെന്നായിരുന്നു KPCC ജനറൽ സെക്രട്ടറിയുടെ ആരോപണം. 7. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റ് തന്നെ വൻ വിവാദമായി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം പരക്കെ വിമർശിക്കപ്പെട്ടു. ബക്കാഡി കമ്പനിക്ക് വേണ്ടിയാണ് നികുതി ഇളവ് എന്ന ആരോപണം ശക്തമായി. പ്രതിപക്ഷത്തിനൊപ്പം കോൺഗ്രസിലെ ചില നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയുള്ള നീക്കത്തിൽ എക്സൈസ് മന്ത്രിക്കും കടുത്ത അതൃപ്തിയുണ്ടായി. 8. ഖനനം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് എന്ന പ്രഖ്യാപനവും വിമർശിക്കപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നത് തുടക്കത്തിലെ കല്ലുകടിയായി മാറി. 9. PM ശ്രീയിൽ വൻ യു-ടേൺ. അധികാരത്തിലെത്തിയാൽ PM ശ്രീ അറബിക്കടലിൽ എന്ന മുൻ പ്രസ്താവനയിൽ നിന്നും വലിയ പിന്മാറ്റമാണ് UDF സർക്കാർ നടത്തിയത്. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. മുൻ സർക്കാർ ഒപ്പിട്ടതിനാൽ പിൻവാങ്ങാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിനുള്ള ന്യായീകരണം. എന്നാൽ പിൻവാങ്ങാൻ കഴിയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെങ്കിലും തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ UDF സർക്കാർ തയ്യാറായില്ല. 10. ലൈഫ് PMAY പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ലോഗോ വയ്ക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാനം അറിയിച്ചു. സംസ്ഥാനത്തിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്നതാണ് ഈ തീരുമാനമെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. 11. PMAY പദ്ധതിയിൽ തുക വെട്ടിക്കുറക്കാനുള്ള തീരുമാനമാണ് മറ്റൊരു തിരിച്ചടിയായ ഘടകം. LDF സർക്കാരിന്റെ കാലത്തില്ലാതിരുന്ന ഉപഭോക്തൃ വിഹിതം തിരിച്ചു കൊണ്ടുവന്നു. സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് 300 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. 12. ഇരുണ്ട കാലം തിരിച്ചെത്തി. പവർ കട്ട് സാർവത്രികമായി. ലോകകപ്പിനിടയിലും പവർ കട്ട് എന്നത് വിമർശിക്കപ്പെട്ടു. വലിയ പ്രതിഷേധം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. 13. സർക്കാർ ലീഡർമാരുടെ നിയമനവും ഇതിനിടയിൽ വലിയ രീതിയിൽ വിവാദമായി. RSS അനുഭാവമുള്ളവരെ സർക്കാർ ലീഡർമാരായി നിയമിച്ചതിനെതിരെ വലിയ വിമർശനമുയർന്നു. KSUവും ലോയേഴ്സ് കോൺഗ്രസും ഇതിനെതിരെ രംഗത്തെത്തി. 14. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഭാഗത്തിന് വേണ്ടി അണിനിരുന്ന അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പീഡറായി നിയമിച്ചതും വിമർശിക്കപ്പെട്ടു. 15. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവും വലിയ വിവാദത്തിലാണ് കലാശിച്ചത്. അദാനി MSC ഇടപാട് സർക്കാർ തടയാത്തതിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഫലപ്രഖ്യാപനത്തിനു മുമ്പുള്ള VD സതീശന്റെ മംഗലാപുരം യാത്രയിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര അദാനിക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അദാനി ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ വിശദീകരണം നൽകിയില്ല. 16. UDF സർക്കാരിന്റെ മുൻകൈയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപവുമായി കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് ടാറ്റ ഗ്രൂപ്പ് എത്തുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തിരിച്ചടിച്ചു. ടാറ്റ ഗ്രൂപ്പ് അത്തരമൊരു കാര്യം ആലോചിച്ചില്ല എന്ന വിശദീകരണം വന്നതോടെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി. ഇതിനെ തുടർന്നിറക്കിയ വിശദീകരണക്കുറിപ്പും അതിനേക്കാൾ വിവാദമായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയെ ഈ സർക്കാരിൻ്റെതാക്കി മാറ്റിയുള്ള വിശദീകരണക്കുറിപ്പാണ് പുറത്തു വന്നത്. 17.
വഖഫ് ബോർഡ് പുനഃസംഘടനയിലും വലിയ വിവാദമാണ് ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി. 2 അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള പുനഃസംഘടനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിമർശനം. BJP സർക്കാരിന്റെ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങിയതിനെതിരെ വലിയ വിമർശനം തന്നെ ഉയർന്നു വന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണങ്ങളെല്ലാം പാളിപ്പോയി. ഒടുവിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷമാകും തീരുമാനം എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. 18 ആരോഗ്യമേഖലയിൽ വൻ അലംഭാവം, ചികിത്സാ പിഴവുകളുടെ ഘോഷയാത്ര. 19 നിപ രോഗബാധയുണ്ടായിട്ടും അതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മന്ത്രി കോഴിക്കോട് ജില്ലയിലെത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. ജനം ആശങ്കയിൽ കഴിയുമ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് വിമർശനമായി ഉയർന്നത്. വിമർശനങ്ങൾക്കൊടുവിൽ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് എത്തേണ്ടി വന്നു. 20 നിപ രോഗബാധ സമയത്ത് ആരോഗ്യമന്ത്രിയുടെ മുൻ പ്രസ്താവനയും വലിയ ചർച്ചയായി. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ ഇത്തരം അസുഖങ്ങൾ വരും എന്ന മുൻ പ്രസ്താവനയാണ് ആരോഗ്യമന്ത്രിയെ തിരിഞ്ഞുകൊത്തിയത്. 21 പെട്രോൾ വില വർധനവിലും മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ സംസ്ഥാനം നികുതി കുറച്ച് ജനങ്ങളെ ആശ്വസിപ്പിക്കണം എന്നായിരുന്നു മുൻ നിലപാട്. എന്നാൽ 4 രൂപ പെട്രോളിന് ഒറ്റയടിക്ക് കൂട്ടിയപ്പോൾ സംസ്ഥാനത്ത് 1 രൂപ പോലും കുറച്ചില്ല എന്നത് ശ്രദ്ധേയം. 22 തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനമായ വനിതകൾക്കുള്ള സൗജന്യയാത്രാ പദ്ധതിയിൽ വെള്ളം ചേർത്തു. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യയാത്രാ പദ്ധതി വെട്ടിച്ചുരുക്കി. 23 സൗജന്യയാത്രയിൽ പങ്കുചേരുന്ന വനിതകളെ അടച്ചാക്ഷേപിച്ച് മന്ത്രി CP ജോൺ രംഗത്തെത്തിയത് വലിയ വിവാദമുണ്ടാക്കി. സൗജന്യത്തിനായി സ്ത്രീകൾ KSRTCയിൽ കയറുന്നു എന്നടക്കമുള്ള ആരോപണമാണ് CP ജോൺ ഉന്നയിച്ചത്. സ്ത്രീകൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നു. 24 സ്ത്രീകൾക്ക് സൗജന്യയാത്രാ പദ്ധതി തുടങ്ങിയതോടെ സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലായി. പ്രൈവറ്റ് ബസ്സുകളിൽ ആളില്ലാതായി. 25 വീട്ടമ്മമാർക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പെൻഷൻ പദ്ധതി ഈ സർക്കാർ മരവിപ്പിച്ചു. 1000 രൂപ നൽകുന്ന പദ്ധതി തുടരേണ്ടതില്ല എന്ന് തത്വത്തിൽ തീരുമാനം. 26 സർക്കാർ അധികാരത്തിലെത്തിയുടൻ പാലിന് 4 രൂപ വർദ്ധിച്ചു. 27 മന്ത്രിവസതികളിലെ അറ്റകുറ്റപ്പണിയെ മോടികൂട്ടൽ എന്ന് വിശേഷിപ്പിച്ചവർ അധികാരത്തിലെത്തിയുടൻ മന്ത്രിമന്ദിരങ്ങളിൽ വൻ മോടി പിടിപ്പിക്കൽ. ആദ്യഘട്ടത്തിൽ 4 കോടിയിലധികം രൂപയുടെ പ്രവൃത്തിയാണ് മന്ത്രിമന്ദിരങ്ങളിൽ നടത്തിയത്. 28 എറണാകുളത്ത് പാരിയത്തുകാവിൽ പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു. പോലീസിന്റെ ബലപ്രയോഗം സർക്കാരിനെതിരെയുള്ള വിമർശനം കൂടിയായി മാറി. 29 ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ദൂർത്താണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയപ്പോൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതും വലിയ വിവാദമുണ്ടാക്കി. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തത് സ്വകാര്യ യാത്രയാണ് എന്നാണ് വിമർശനം ഉയർന്നത്. ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ സന്ദർശിക്കാനായിരുന്നു 2 തവണത്തെ യാത്രയെന്നും വിമർശനം ഉയർന്നു. 30 ഹെലികോപ്റ്റർ യാത്ര നിക്ഷേപകരുമായുള്ള സന്ദർശനത്തിന് വേണ്ടിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും മുഖ്യമന്ത്രിയെ തന്നെ വെട്ടിലാക്കി. ആരാണ് ആ നിക്ഷേപകർ എന്ന ചോദ്യത്തിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. നിക്ഷേപകരുടെ പേര് പറഞ്ഞാൽ നിക്ഷേപം കേരളത്തിലേക്ക് എത്തില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതിനുള്ള വാദം. 31 സംസ്ഥാനം പ്രളയ ദുരന്തത്തിലകപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി വിരുന്നുണ്ണാൻ പോയതും ഏറെ വിമർശന വിധേയമായി. പ്രളയത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സ്വകാര്യ ചടങ്ങുകളിൽ നിർലോഭം പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ദുരന്ത സമയത്ത് ഭരണാധികാരിയുടെ വിവേകമില്ലായ്മ എന്നാണ് ഇതിനെതിരെ ഉയർന്ന വിമർശനം. 32 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ഏകോപനമില്ലായ്മ പലയിടത്തും മുഴച്ചു നിന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും പരാതിയുമായി ജനങ്ങൾ. 33 പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 10,000 രൂപ പലർക്കും ലഭിച്ചില്ല എന്ന ആക്ഷേപമുയർന്നു. 34 കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫലപ്രദമായ തിരച്ചിൽ നടത്തിയില്ല എന്ന ആരോപണവും സംസ്ഥാനത്ത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയില്ല എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം.
ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സംസ്ഥാന സർക്കാർ അല്പമെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചത്. 35. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന്റെ കാര്യത്തിൽ ഫിഷറീസ് വകുപ്പിനും വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ ഏകോപനമില്ലായ്മ വിമർശിക്കപ്പെട്ടു. ഫിഷറീസ് മന്ത്രി ഇതിന് നേതൃത്വം നൽകിയില്ല എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഈ മേഖലകളിൽ ഫിഷറീസ് മന്ത്രി എത്താത്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. വിമർശനങ്ങൾക്ക് ശേഷം 11-ാം ദിനമാണ് ഫിഷറീസ് മന്ത്രി ഇവരുടെ വീടുകൾ സന്ദർശിക്കാൻ തയ്യാറായത്. 37. ആലപ്പുഴയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കാത്തതാണ് എന്ന വിവരവും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. സാധാരണ നേരത്തെ തന്നെ പൊഴിമുറിക്കുകയും വെള്ളം കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്തവണ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതോടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി എന്നാണ് ആരോപണമുയർന്നത്. 37. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവവും വിമർശിക്കപ്പെട്ടു. ഫ്രീസറിൽ കൊണ്ടുവരേണ്ടിയിരുന്ന മൃതദേഹം ഫ്രീസറില്ലാതെ അയച്ചതാണ് വിവാദത്തിന് ഇടയാക്കിയത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ വീഴ്ച. 38. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി പക്ഷപാതിത്വം കാണിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷമുയർത്തി. പത്തനംതിട്ടയിലെ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി കോന്നി മണ്ഡലത്തെ ഒഴിവാക്കി എന്നായിരുന്നു ആരോപണം. കോന്നി MLA തന്നെ രംഗത്തെത്തി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിനും കോന്നി MLA പങ്കെടുപ്പിച്ചില്ല എന്ന ആരോപണമുയർന്നു. 39. മത്സ്യത്തൊഴിലാളികളെ കാണാതായതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും വലിയ വിവാദമായി. ആ മേഖലയിലേക്ക് എത്താത്തത് എന്താണ് എന്ന ചോദ്യത്തിന് തീരദേശമാണല്ലോ, അറിയാമല്ലോ എന്ന മറുപടിയാണ് വിമർശന വിധേയമായത്. തീരദേശ മേഖലയെ ആകെ അപമാനിക്കുന്നതാണ് ഈ പ്രസ്താവന എന്നായിരുന്നു വിമർശനമുയർന്നത്. 40. വയനാട് മേപ്പാടിയിലുണ്ടായ മണ്ണിടിച്ചിലിലും സർക്കാർ സംവിധാനങ്ങളുടെ ദുരവസ്ഥ മുഴച്ചു നിന്നു. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ഇതിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരി രംഗത്തെത്തിയത് സർക്കാരിന് പ്രതിസന്ധിയായി. 41. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം നിലനിർത്താൻ സർക്കാർ സഹായിച്ചു എന്ന ആരോപണം വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. കാപ്പ കേസിൽ അറസ്റ്റിലായ R. സുഗതൻ എന്ന BJP കൗൺസിലർക്ക് അവധി നൽകാം എന്ന ഉപദേശം ആഭ്യന്തര വകുപ്പ് നൽകിയതാണ് വിവാദത്തിന് ഇടയാക്കിയത്. ഈ ഉപദേശത്തിന്റെ ബലത്തിൽ ഭരണം നിലനിർത്താൻ BJPക്ക് സാധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടായി. എന്നാൽ സുഗതന് കത്ത് നൽകിയ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകാത്തതും വിമർശിക്കപ്പെട്ടു. 42. ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ കേസെടുത്തതും വിമർശന വിധേയമായി. റാപ്പർ വേടൻ നടത്തിയ പരിപാടിക്കെതിരെ ഉൾപ്പെടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 43. ദില്ലിയിലെ പ്രക്ഷോഭകാരികളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത RSS ഭൗതികാചാര്യൻ TG മോഹൻദാസിനെതിരെ ആദ്യം കേസെടുക്കാത്തത് വലിയ വിമർശന വിധേയമായി. പിന്നീട് കേസെടുത്തെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വിമുഖത കാട്ടി. നിരന്തരമായ വിമർശനമുയർന്നപ്പോഴാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. എന്നാൽ TG മോഹൻദാസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ജാമ്യം ലഭിച്ചു. പ്രോസിക്യൂഷന്റെ വീഴ്ച കാരണമാണ് ജാമ്യമെന്ന് കോടതി ഉത്തരവോടെ പുറത്തു വന്നതും ആഭ്യന്തര വകുപ്പിന് നാണക്കേടായി. 44. പാലത്തായി കേസിലെ പ്രതി പത്മരാജന് ജാമ്യം ലഭിക്കാനിടയായതും പ്രോസിക്യൂഷന്റെ വീഴ്ച മൂലമാണ് എന്ന ആരോപണം ഉയർന്നു വന്നു. കേസ് വാദിക്കുന്നതിൽ സർക്കാർ അഭിഭാഷകർക്ക് വീഴ്ച പറ്റി എന്നാണ് ആരോപണം ഉയർന്നത്. ഇതും RSSുമായുള്ള ഒത്തുകളിയാണ് എന്ന് പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. 45. കേരയിൽ വേണ്ടെന്ന് വെച്ചപ്പോഴും അതിവേഗ പാതയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചത് പഴയ നിലപാടിൽ നിന്നുള്ള യൂട്ടേണായി. 46. ഓണക്കാലത്ത് വിപണിയിൽ വൻ വിലക്കയറ്റം. ഓണം സ്പെഷ്യൽ അരിക്ക് നേരത്തെ 10 രൂപയായി 26 രൂപയായി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. കിറ്റ് വിതരണം ഉൾപ്പെടെ തുടക്കത്തിൽ തന്നെ തളം തെറ്റി. പഞ്ചസാര വില റെക്കോർഡ് കുതിപ്പിലേക്ക്. 47. ഓണക്കിറ്റിൽ നിന്നും അണ്ടിപ്പരിപ്പ് ഒഴിവാക്കിയതും വിമർശിക്കപ്പെട്ടു. കശുവണ്ടി തൊഴിലാളികളെ സഹായിക്കുന്ന നടപടിയാണ് സർക്കാർ ഒഴിവാക്കിയത് എന്നാണ് ആരോപണമുയർന്നത്. ഓണത്തിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1000 രൂപ നൽകുന്ന പദ്ധതിയും അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. 48. കുണ്ടറയിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവിന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണ് എന്ന ആരോപണമുയർന്നു.
സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ നൽകേണ്ടി വന്നു ആഭ്യന്തര വകുപ്പിന്. 49 സർവകലാശാലകളിൽ സംഘി വിസിമാർ. സർക്കാരുമായി ആലോചിക്കാതെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി RSS ബന്ധമുള്ളവരെ ഗവർണർ നിയമിച്ചതും വിവാദമുണ്ടാക്കി. ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ കടുത്ത വിമർശനം ഉന്നയിക്കാൻ ആദ്യം മടിച്ചു നിന്നു. 50 സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിലും സെനറ്റുകളിലും സംഘപരിവാർ ആഭിമുഖ്യമുള്ളവർക്ക് ഭൂരിപക്ഷം. MG സർവകലാശാലയിൽ 30 പേരെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ 19 പേരും BJP RSS അനുഭാവികൾ. 51 കാലടി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്കെതിരായ VC-യുടെ പരാതിയും അറസ്റ്റും വിമർശിക്കപ്പെട്ടു. തന്റെ പ്രതീകാത്മക ശവമഞ്ചമുണ്ടാക്കി തന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു VC പരാതിയായി ഉന്നയിച്ചത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ VC-യുടെ ആരോപണങ്ങളൊന്നും വസ്തുതയല്ല എന്നാണ് പിന്നീട് തെളിഞ്ഞത്. 52 സംസ്ഥാന ഭരണത്തിൽ ഇടപെട്ട് ഗവർണർ. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ ലോക്ഭവനിൽ വിളിച്ചു വരുത്തി ഗവർണർ പ്രത്യേകമായി യോഗം ചേർന്നു. പിന്നീട് കാലടി സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് DGP-യെ ലോക്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തി. SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഗവർണറുടെ തിട്ടൂരം. ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ട് DGP SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 53 സർവകലാശാല വൈസ് ചാൻസലർമാർ നിരന്തരം RSS വേദികളിലെ സാന്നിധ്യമായതും വിമർശിക്കപ്പെട്ടു. RSS വേദികളിൽ പോകുന്ന സർവകലാശാല വിസിമാരെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നായിരുന്നു വിമർശനം. 54 B. അശോക് IAS-നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയതിനെതിരെയും വിമർശനമുയർന്നു. RSS അനുഭാവമുള്ള ഉദ്യോഗസ്ഥനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആക്കിയത് എന്തിനെന്ന ചോദ്യമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. 55 വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയ കപട വാഗ്ദാനം തുറന്നു കാട്ടപ്പെട്ടു. വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും VD സതീശന്റെ പ്രസ്താവന. എന്നാൽ വാഹന മോഡിഫിക്കേഷൻ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു റോളുമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മോഡിഫിക്കേഷൻ നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടിക്ക് ഹൈക്കോടതിയും നിർദ്ദേശം നൽകി. 56 കടമെടുത്ത് സംസ്ഥാനത്തിന്റെ ചെലവുകൾ നിർവഹിക്കില്ലെന്ന മുൻ പ്രസ്താവനയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് പിന്നോട്ടു പോകേണ്ടി വന്നു. 100 ദിവസത്തിനുള്ളിൽ 15,000 കോടിയോളം രൂപ സംസ്ഥാനം കടമായി എടുത്തു. 57 സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന പഞ്ഞമാസ ആനുകൂല്യം നിലച്ചു. സൗജന്യ റേഷൻ വിതരണവും കൃത്യമായി നടന്നില്ല എന്ന് ആരോപണം. 58 ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള തീരുമാനവും വലിയ വിവാദവും പ്രതിഷേധവും ഉണ്ടാക്കി. പെൻഷൻകാർക്ക് വീട്ടിൽ പെൻഷൻ തുക എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് അട്ടിമറിച്ചത്. സഹകരണ സംഘങ്ങളെ ഒഴിവാക്കുന്നതിൽ അതൃപ്തിയുമായി സഹകരണ മന്ത്രിയും രംഗത്ത് വന്നു. 59 സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമനിധി പെൻഷൻ മുടങ്ങി. പ്രവാസി ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. 60 മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി TV എന്നിവരുടെ സോഷ്യൽ മീഡിയ കാർഡുകൾ കൂട്ടത്തോടെ അപ്രത്യക്ഷമാക്കിയതും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. തങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നീക്കം ചെയ്തതെന്ന് അതാത് സ്ഥാപനങ്ങളെ മെറ്റ അറിയിച്ചു. 61 MDMA കേസ്. മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA-യുമായി അറസ്റ്റിലായതും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ഔദ്യോഗികമായി അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടില്ല എന്നായിരുന്നു VD സതീശന്റെ പ്രസ്താവന. എന്നാൽ ഇയാൾ മുഖ്യമന്ത്രിയുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോകൾ പുറത്തു വന്നത് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു. ഈ കേസിലെ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങിയതും വിമർശന വിധേയമായി. അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി എന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നു വന്നു. 62 മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചകൾ RSS-യുമായുള്ള പാലം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വിശേഷിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയെ VD സതീശൻ സന്ദർശിച്ചത് വിമർശന വിധേയമായി. പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തിയതും കൂട്ടിവായിക്കപ്പെട്ടു. 63 രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി സവർക്കറാണ് എന്നുൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്വിസും വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയത്.
കാസർഗോഡ് ജില്ലയിലെ ക്വിസിലായിരുന്നു ഇത്തരമൊരു ചോദ്യവും ഉത്തരവും കടന്നുകൂടിയത്. ക്വിസ് മത്സരത്തിനായി ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ വിവാദത്തിൽ നിന്നും തലയൂരി. എന്നാൽ സസ്പെൻഷൻ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിന് തിരിച്ചടിയായി. 64. സ്വാതന്ത്ര്യദിന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. 65. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി വനംവകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതും സർക്കാരിന് തിരിച്ചടിയായി. 66. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമിന് ജാമ്യം ലഭിക്കാനിടയായതും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. പോലീസിന്റെ ഒത്തുകളിയുടെ ഭാഗമായാണ് ജാമ്യം ലഭിച്ചത് എന്ന വിമർശനം ഉയർന്നു വന്നു. ഹൈക്കോടതി തന്നെ ആ വിമർശനത്തെ പിന്താങ്ങുന്ന സാഹചര്യമുണ്ടായി. ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് കോടതി പരസ്യമായി വിമർശനം ഉന്നയിച്ചു. 67. വിഴിഞ്ഞം വേദിയിലെത്തി കഴിഞ്ഞ 10 വർഷക്കാലമായി ഒന്നും നടന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. കഴിഞ്ഞ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെന്നും വിമർശനം ഉയർന്നു. 68. സംസ്ഥാനത്ത് ആദ്യമായി ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ഒരു ആശുപത്രി പൂട്ടേണ്ടി വന്നു. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിലാണ് സംഭവം നടന്നത്. ഡോക്ടർമാർ എത്തിയാൽ മാത്രമേ ആശുപത്രി തുറക്കൂ എന്ന ബോർഡും പതിച്ചു. 69. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് പ്രത്യേകമായി പണം ഈടാക്കാനുള്ള തീരുമാനവും വിമർശിക്കപ്പെട്ടു. ഈ സർക്കാരിന്റെ കാലത്ത് പണം ഈടാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. 70. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ സന്ദർശന ദിവസം രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചത് വലിയ വിവാദമായി. ഡോക്ടർമാർ ആരോഗ്യമന്ത്രിക്കൊപ്പം നീങ്ങി എന്നതായിരുന്നു ആരോപണം. 71. ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണം തടയാൻ നിരന്തരമായി ആരോഗ്യമന്ത്രി ശ്രമിച്ചതും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി. പൊതിച്ചോറ് വിതരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു. വലിയ പ്രതിഷേധമുയർന്നതോടെ പഴയ നിലപാടിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. 72. ആശുപത്രികൾക്കുള്ളിൽ കൊടിയും പിടിച്ചുള്ള പ്രകടനമോ മറ്റു കാര്യങ്ങളോ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ പുനലൂരിൽ NG അസോസിയേഷൻ പ്രവർത്തകർ തന്നെ അത്തരമൊരു പ്രകടനവുമായി രംഗത്തെത്തി. ആരോഗ്യമന്ത്രിയെ സ്വീകരിക്കാനാണ് NG അസോസിയേഷൻ പ്രവർത്തകർ കൊടിയും മുദ്രാവാക്യം വിളികളുമായി ആശുപത്രിക്കകത്ത് എത്തിയത്. 73. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നേരിട്ടെത്തി ആശുപത്രികളിൽ പരിശോധന നടത്തിയതും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതും വലിയ വിവാദമായി. പരിശോധന നടത്തി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരോട് മോശമായി പെരുമാറി എന്നാണ് ആരോപണമുയർന്നത്. 74. മന്ത്രി സ്റ്റാഫിലെ ബന്ധു നിയമനം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സഹോദരി ഭർത്താവിനെ നിയമിക്കാനുള്ള തീരുമാനമാണ് വിവാദമായത്. സംഭവം വിവാദമായതിനെ തുടർന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗത്വം രാജിവെച്ചു. 75. ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ വിദ്യാഭ്യാസ മന്ത്രി പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിച്ചതും വിവാദമുണ്ടാക്കി. 76. മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർദ്ദേശിച്ചയാളെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാത്ത വിവാദത്തിന് കാരണമായി. മന്ത്രിയുടെ PSI നിർദ്ദേശിക്കപ്പെട്ടയാൾ KC പക്ഷക്കാരനായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഫയൽ പിടിച്ചുവെച്ചത് എന്ന ആരോപണമാണ് ഉയർന്നത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്തയായപ്പോഴാണ് മുഖ്യമന്ത്രി ഇതിന് അനുകൂലമായി പ്രതികരിച്ചത്. 77. എയ്ഡഡ് സ്കൂളുകളിലെ ഇന്റർവ്യൂ ബോർഡിൽ മന്ത്രി സ്റ്റാഫിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയതും വലിയ വിവാദമുണ്ടാക്കി. മന്ത്രി സ്റ്റാഫിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആദ്യം പട്ടിക പ്രസിദ്ധീകരിച്ചതെങ്കിലും പിന്നീട് മന്ത്രി സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടിക പുനഃക്രമീകരിക്കുകയായിരുന്നു. എയ്ഡഡ് മാനേജ്മെന്റുകളെ സഹായിക്കാനാണ് ഈ തീരുമാനമെന്നാണ് ആരോപണമുയർന്നത്. 78. നിയമനം നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്ന് റാങ്ക് ഹോൾഡർമാർ നടത്തിയ സമരവും സർക്കാരിനെതിരെയുള്ള വിമർശനമായി മാറി. LP സ്കൂൾ റാങ്ക് ഹോൾഡർ സമരമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. 79. ആലപ്പുഴയിൽ PSC വഴി നിയമനം ലഭിച്ച അധ്യാപകരെ പിരിച്ചുവിട്ടതും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. 80. സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ വിസ്മയമുണ്ടാകും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാലിക്കപ്പെട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കായി പ്രത്യേകമായ ഒരു ആനുകൂല്യവും പ്രഖ്യാപിച്ചില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള DA വർധനവും നടപ്പാക്കിയില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് നൽകിയ ബോണസും ഉത്സവബത്തയുമാണ് ഈ സർക്കാരിന്റെ കാലത്തും ഓണത്തിന് നൽകിയത്. ശമ്പള പരിഷ്കരണ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാതെ UDF സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്നു എന്ന് ആരോപണം. 81. സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. കാസർഗോഡ് ഒരു സർക്കാർ ജീവനക്കാരെ ആത്മഹത്യ ചെയ്തതും
കണ്ണൂരിൽ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു ജീവനക്കാരി മരിച്ചതും വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. 82 ആശാവർക്കർമാർക്ക് 21,000 രൂപ പ്രതിമാസ ഇൻസെന്റീവ് നൽകും എന്ന പ്രഖ്യാപനം നടപ്പായില്ല. ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമെടുക്കും എന്നായിരുന്നു വി.ഡി. സതീശന്റെ വാഗ്ദാനം. എന്നാൽ 3,000 രൂപ വർധനവ് മാത്രമാണ് നടപ്പാക്കിയത്. 83 കുട്ടനാട്ടിലെ വള്ളംകളി അവധിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം വലിയ വിവാദമുണ്ടാക്കി. കുട്ടനാട്ടിൽ അവധി വേണം എന്നായിരുന്നു MLA-യുടെ ആവശ്യം. പരിശോധിക്കാമെന്ന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ് വിവാദമായത്. ഈ വീഡിയോ പുറത്തു വന്നത് മുഖ്യമന്ത്രിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. 84 മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ പുനർജനി കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനവും വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടാക്കിയത്. തെളിവുണ്ടായിട്ടും കേസ് അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. 85 +1 മലബാറിൽ അധിക ബാച്ചുകൾ അനുവദിച്ചത് കൂടുതലായും എയ്ഡഡ് സ്കൂളുകൾക്കാണ് എന്ന വിവരം പുറത്തു വന്നത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടുതൽ നിയമനം നടത്താൻ സഹായിക്കുന്നു എന്നായിരുന്നു ഇത് സംബന്ധിച്ച ആരോപണം. 86 ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയും വിവാദമായി. KP ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. തനിക്ക് നിവേദനം നൽകാൻ വന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി ഇതിനു നൽകിയ വിശദീകരണം. KPCC ജനറൽ സെക്രട്ടറിക്കും KSU നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ച മുഖ്യമന്ത്രിയാണ് ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. 87 സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനെത്തിയ മാധ്യമങ്ങളെ പകർത്താൻ പ്രത്യേകം ക്യാമറ നിയോഗിച്ചതും വലിയ വിവാദമുണ്ടായി. ചോദ്യം ചോദിക്കുന്നവരെ പകർത്തിയെടുക്കുന്നതിനായിരുന്നു പ്രത്യേകമായി ക്യാമറ വച്ചത്. മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ശേഷം ഈ നീക്കം ഉപേക്ഷിച്ചു. 88 സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. യഥേഷ്ടം കയറി വരാൻ കഴിയുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പായില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ എന്ന് തീരുമാനം. 89 സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കേസും അറസ്റ്റും എന്നത് നിത്യസംഭവമായി. 90 സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് സ്ഥിരമായി തുറന്നുവെന്ന പ്രഖ്യാപനവും പാഴായി. മാധ്യമങ്ങൾക്ക് മുന്നിൽ സമരഗേറ്റ് തുറന്നിട്ടെങ്കിലും പിന്നീട് അത് പൂർണ്ണമായും അടച്ചിടുകയാണ് ഉണ്ടായത്. 91 സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങിയവ നൽകാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. ചോറും കറിയും മാത്രം മതിയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. 92 സ്കൂളുകളിൽ സൗജന്യമായി നൽകിയിരുന്ന ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കി. K-ഫോൺ വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പണമടക്കണം എന്നായിരുന്നു നിർദ്ദേശം. 93 സ്കൂളുകളിലെ സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതിയും പാളി. പകുതിയിലധികം കുട്ടികൾക്ക് ഇനിയും സൗജന്യ യൂണിഫോം ലഭിച്ചില്ല. 94 വിദ്യാഭ്യാസ വകുപ്പിലെ പല നിയമനങ്ങളും വിവാദത്തിലായി. മതിയായ യോഗ്യതയില്ലാത്തവരെയാണ് നിയമിച്ചത് എന്നാണ് ആരോപണമുയർന്നത്. 95 KSRTC-യിൽ ആവശ്യത്തിന് ബസ്സുകളില്ലാത്തതിനാൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനവും വിമർശിക്കപ്പെട്ടു. KSRTC-യിൽ ബസ്സുകൾ പലതും കട്ടപ്പുറത്ത് കയറ്റിവെച്ച് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. 96 വന്യജീവി ആക്രമണം ശക്തമായ ഘട്ടത്തിൽ ഇത് നിയന്ത്രിക്കാൻ സർക്കാരിന് മുന്നിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയും വിമർശിക്കപ്പെട്ടു. മുൻ സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെതിരെ കടുത്ത വിമർശനമായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ഉയർത്തിവിട്ടത്. 97 ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ നിന്നും മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞതും കണ്ടു. കേരളത്തിലും ലേബർ കോഡ് നടപ്പാക്കേണ്ടി വരും എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇതിനായി ചർച്ചകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് ലേബർ കോഡ് നടപ്പാക്കരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. 98 കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലും സംസ്ഥാനത്തിന് പുതിയ അനുഭവമായിരുന്നു. 800ഓളം പേരെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടി കമ്പനി സമ്മതിച്ചു. എന്നാൽ കമ്പനികളുടെ കൂട്ടപ്പിരിച്ചുവിടലും അടച്ചുപൂട്ടലും ഒഴിവാക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായില്ല. 99 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി. ഒറ്റയടിക്ക് 515 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചു എന്നായിരുന്നു ആരോപണം. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും LDF സംഘടിപ്പിച്ചു. 100 മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞയാണ് വിവാദമായ മറ്റൊരു കാര്യം. മുൻകാലങ്ങളിൽ വി.ഡി. സതീശൻ എന്ന് മാത്രം വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ
വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന പേരിലാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ഇതിലെ മലക്കം മറിച്ചിൽ എന്തിനാണ് എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു കേട്ടു. സർക്കാരിന്റെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഒരു പരിശോധനയാണ് നടത്തിയത്. ഈ പട്ടിക പൂർണ്ണമാണ് എന്ന അഭിപ്രായമില്ല. ഇനിയും ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ട വിവരങ്ങൾ ഉണ്ടാകും. ആദ്യ 100 ദിനത്തിനുള്ളിൽ ഇത്രയേറെ വിവാദങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വന്ന മറ്റൊരു സർക്കാർ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.